ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മഴവിലേസിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് വെച്ചാൽ ഒരു ആൻഡ്രോയിഡ് ബോക്സ്, ഷവോമിയുടെ ഒരു ആൻഡ്രോയിഡ് ബോക്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളി സാധനമാണ്. അതായത് എൻ്റെ ഇപ്പോൾ റൂമിൽ ഇരിക്കുന്ന എയർടെലിൻ്റെ റിസീവറാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിലൊക്കെ അത് കണക്കുള്ള റിസീവറായിട്ട് ഇരിക്കുന്നത് നമ്മൾ മാസം ചാർജ് ചെയ്യണവർ കാണും, അല്ലെങ്കിൽ 2 മാസം ചാർജ് ചെയ്യണം, 3 മാസം ചാർജ് ചെയ്യണവർ കാണും. അത് കണക്കിന് ഈ എയർടെൽ ബാക്കിയുള്ള റിസീവർ ചിലപ്പോൾ ഒരു വർഷത്തെ ചാർജ് 2000-3000 രൂപയൊക്കെ അടുപ്പ്, 2000-2500 രൂപയൊക്കെ അടുപ്പ് അടുപ്പിച്ചാവുമായിരിക്കും. പക്ഷേ ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഈ റിസീവറിന് നമുക്ക് 1000 രൂപയ്ക്ക് താഴെ ചാർജ് ചെയ്യാവുള്ളൂ. 1000 രൂപ താഴെ നമ്മൾ ചാർജ് ചെയ്യുന്ന നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ ചാനലും നമുക്ക് അതിൽ കൂടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മൂവീസ് അതായത് പുതിയ മൂവീസ്, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, തമിഴ്, തെലുങ്ക്, അങ്ങനെയുള്ള എല്ലാ മൂവീസും നമുക്ക് അതിൽ കൂടെ കാണാൻ പറ്റും. അത് കണക്ക് തന്നെ നമുക്ക് അതായത് മൂവീസ് ക്ലിപ്പുകൾ കാണാൻ പറ്റും. അങ്ങനെയുള്ള നല്ല ഫലപ്രദമായ ഒരു ബോക്സാണിത്. ഞാൻ നമ്മളെ കമ്പനിക്ക് വേണ്ടി സ്റ്റാഫിന് വേണ്ടി മേടിച്ച് ചെക്ക് ചെയ്തപ്പം നമ്മൾ മലയാളം മൂവിയൊക്കെ ഒരു കട്ടിയും കൂടാതെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതിപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ള ബോക്സ് എല്ലാം നമുക്ക് അതിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ നോക്കാം അതെങ്ങനെയൊക്കെയാണെന്ന്. പക്ഷേ അതിന് നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നെറ്റ് വേണം. ഒന്നീ മൊബൈലിൽ നെറ്റ് വേണം. എല്ലാ കയ്യിലും നമ്മളിപ്പോൾ നെറ്റ് കാണും മൊബൈലിൽ. ആ നെറ്റ് ഓണായി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു കട്ടിയും കൂടെ സൂപ്പറായിട്ട് ഈ ചാനലെല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷവോമിയുടെ മിനിബോക്സ് 5. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ഇപ്പോൾ കാണാം HDMI വൈഫൈ ഒക്കെ കണക്റ്റാണിത്. അപ്പോൾ നമ്മളിതിൽ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തുള്ള ഒറ്റ ചാർജിൽ ഒരു വർഷത്തേക്കാണ് അതിൻ്റെ ചാർജിങ്. വളരെ നിസ്സാരമായ പൈസയുള്ളൂ. ഒരു വർഷത്തേക്ക് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തുള്ള വേൾഡിലുള്ള ഫുൾ ചാനലും പിന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് കാണാൻ പറ്റുന്നതാണ്. അതിന് വേറെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൂടാതെ നമുക്കിതിൽ നെറ്റ്ഫ്ലിക്സ്, അതിനൊക്കെ തന്നെ ആമസോൺ പ്രൈം വീഡിയോ, യൂട്യൂബ്, പ്ലേ സ്റ്റോറൊക്കെ ഈ ആൻഡ്രോയിഡ് ബോക്സ് ആണെന്ന് അറിയാമല്ലോ. ഇത് ആൻഡ്രോയിഡ് ബോക്സ് ആയതുകൊണ്ട് ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അതിൻ്റെ വൈഫൈ, അതിൻ്റെ മൊബൈൽ വൈഫൈ, അതിനൊക്കെ റൗട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വൈഫൈ കണക്ട് ചെയ്ത് നമുക്കിതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ ചെറുതാണ്. നമ്മുടെ ടി വിയിലേക്ക് ബാക്കിൽ ഒരു ഡബിൾ ടൈപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചാൽ പോലും അത് ഇളവ് വീഴില്ല. അത്രയ്ക്ക് വെയിറ്റ് കുറഞ്ഞ ഒരു ചെറിയ റിസീവറാണ്, ആൻഡ്രോയിഡ് ബോക്സാണ്. ഇതിൻ്റെ വാൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ചാർജിലാണ് കണക്ട് ചെയ്യുന്ന 5 വോൾട്ടാണിത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ USB കേബിളുണ്ട്, HDMI കേബിളുണ്ട്, അത് പവർ പോർട്ട്, അതിനൊക്കെ നമ്മൾ ആക്സ് ഹോം തിയേറ്ററിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആക്സ് ഔട്ട്, ഇതിൻ്റെ ഔട്ട്, വോളി ഔട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്താണ് നമ്മൾ അതിൻ്റെ കമ്പനി ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ചെറിയൊരു ബോക്സാണ്. നമുക്ക് നമ്മളെ ടി വിയുടെ അടിയിലൊക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ റിമോട്ട് എടുക്കാം. ഇതാണ് അതിൻ്റെ റിമോട്ട്. ഇതാണ് നമുക്ക് അതിൻ്റെ റിമോട്ട്. ഇതിൽ നമുക്ക് വോയിസ് കമാൻഡറിങ്ങൊക്കെ ഉള്ള റിമോട്ടാണ്. നമുക്കിത് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് വോയിസ് കമാൻഡൊക്കെ ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന റിമോട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കി അതൊക്കെ സക്സസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ റിസീവർ. നമുക്ക് ഇനി ഇതൊന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ കണക്ക് എല്ലാം കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ പവറെല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. പവർ കണക്ട് ചെയ്ത ശേഷം അതിൻ്റെ HDMI കേബിൾ കണക്ട് ചെയ്ത് നമ്മൾ പവർ ബട്ടൺ ഓണാക്കി നമുക്ക് ഇനി അതൊന്ന് ഓണാക്കി നോക്കാം. നിങ്ങളിപ്പോൾ ഇപ്പോൾ നടക്കുന്ന വേൾഡ് കപ്പൊക്കെ ഈ റിസീവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വലിയ 40 ഇഞ്ചിൻ്റെ TV ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വീട്ടിലിരുന്ന് എല്ലാം HD, അതായത് പവറിൽ തന്നെ, അതായത് 4K തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്ര ക്വാളിറ്റി ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഒരുപാട് ഇപ്പോൾ ബഹറിൽ ഒരുപാട് ഇത് വിറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ വേൾഡ് കപ്പൊക്കെ നടക്കുന്നുണ്ട് ഫുട്ബോളിൻ്റെ. അപ്പോൾ അതിനുശേഷം നമ്മൾ റിസീവറൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചാനലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതായത് ആദ്യം റിസീവർ ഓണാക്കാം. റിസീവർ ഓണാക്കിയിട്ട് നമുക്ക് ചാനലൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ റിസീവർ ഓണാക്കി, റിസീവർ ഓണായിട്ടുണ്ട്. അതിനിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ, യൂട്യൂബ്, അതായത് പ്ലേ ലിസ്റ്റ്, താഴോട്ട് മൂവീസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അതിലിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഇനി ഇതിൽ എങ്ങനെ നെറ്റ് കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ നെറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെറ്റ് ഇപ്പോൾ അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്കൊന്നും കൂടെ. നിങ്ങൾക്കിപ്പോൾ ഓണാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നെറ്റ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ നെറ്റ് ഇവിടെ കണക്ട് ആയിരിക്കുകയാണ്. ഞാൻ ഈ നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓണാക്കി നിങ്ങൾക്ക് കാണിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണാം കണക്റ്റഡ് ആണ്, നമ്മളെ നെറ്റ് ഇവിടെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കിട്ടുമ്പോൾ ഇതിനൊക്കെ നെറ്റ് വൈഫൈ ഓൺ ആയിരിക്കും. അതായത് വൈഫൈ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഇപ്പോൾ മൊബൈലിൻ്റെ കൊടുത്തേക്കണമെങ്കിൽ അല്ലെങ്കിൽ വേറെ റൗട്ടറിൽ കൊടുത്തേക്കണം അതിൻ്റെ പേരോടെ എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾ ഓക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ പാസ്വേഡ് അത് ചോദിക്കും. പാസ്വേഡ് കൊടുത്ത് ഓക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നെറ്റ് ഓട്ടോമാറ്റിക് കണക്റ്റ് ആകും. കണക്റ്റ് ആയ ശേഷം നമ്മൾ അടുത്ത നേരേതായി ഈ 5G എന്ന് എഴുതിയേക്കണം ആ ഭാഗത്തിലോട്ട് വരിക. ബാക്ക് പോയിട്ട് നിങ്ങളിവിടെ ഞാൻ ബാക്ക് പോയിട്ട് ആ 5Gയിലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 5G വന്നിട്ടുണ്ട്. നമ്മൾ അതിനുശേഷം ഓക്കെ അടിക്കുക. ഓക്കെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 5G ഓണായി വരുന്നുണ്ട്. എന്താ ഫാസ്റ്റായിട്ട് ഓണാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓണായി വരുമ്പോൾ തന്നെ നമുക്ക് സിനിമയുടെ ട്രെയിലറും അതൊക്കെ ആദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ടി വിയിൽ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം കൂടെ കാണാം ലൈവ് ടി വി കാണാം. അതിൻ്റെ പക്ഷേ ലൈവ് മൂവി കാണാം. മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൂവി ക്ലിപ്പുകളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ മൂവി ഓണാക്കി നോക്കാം. മൂവിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇംഗ്ലീഷ് ചാനലിൽ ഇപ്പം ഇംഗ്ലീഷ് മൂവിയാണ് ഒരുപാട് വരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും ഏഷ്യ മൂവി, നെറ്റ്ഫ്ലിക്സ് മൂവി, ഹിന്ദി മൂവി എല്ലാം കാണാൻ പറ്റും. കിഡ്സ് മൂവി ഇതെല്ലാം ഉണ്ട്, കുട്ടികൾക്കുള്ള മൂവി എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്കിവിടെ എന്തുകൊണ്ട് നല്ലതാണെന്ന് വെച്ചാൽ ഒറ്റ ചാർജിങ്ങിൽ ഇത്രയും കൊടുക്കുന്ന വേറെ ഒരു കമ്പനിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വേറെ ഒരു ചാനലും കിട്ടത്തില്ല. നമ്മൾ മാസം പേജ് കോപ്പിറൈറ്റ് വിഷ്വലുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഹൈഡ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഇത്രയും കിട്ടത്തില്ല. അതിനുശേഷം നമുക്കിവിടെ ഞാൻ ഇപ്പോൾ ചാനൽ ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ചാനൽ ഓണാക്കാൻ തന്നെ നമുക്കിവിടെ ചാനൽ വന്നിട്ടുണ്ട്. MBC ചാനലാണ് ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓണാക്കിയിരിക്കുന്നത്. അതിനുശേഷം നമ്മളിതപ്പോൾ നമ്മൾ മലയാളം ചാനലിലോട്ട് ഇപ്പോൾ നമ്മൾ മലയാളിയുണ്ട്. അപ്പോൾ മലയാളം ചാനലിലോട്ട് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ബാക്ക് പോയതിന് ശേഷം നേരെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മലയാളം, പാകിസ്ഥാൻ, ബംഗാൾ ചാനൽ ഇതെല്ലാം ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ചാനലും ഇത് നമുക്ക് കിട്ടും. ഈ ലോകത്ത് എത്ര ചാനലുണ്ടോ അത് മൊത്തം നമുക്കിതിൽ കിട്ടുന്നതാണ്. ഒറ്റ ചാർജിൽ തന്നെ കിട്ടും. 2000-3000 കൊടുത്ത് ചാർജ് ഉണ്ട്. തുച്ഛമായ പൈസയേ ഉള്ളൂ ഇത് ചാർജ് ചെയ്യാനായിട്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളെ ഇന്ത്യൻ മൂവി വന്നിട്ടുണ്ട്. ഇന്ത്യൻ മൂവിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ത്യ, അതിനുശേഷം ഇന്ത്യൻ ന്യൂസ്, മലയാളം, തമിഴ്, അതേണക്ക് തെലുങ്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ മലയാളം ഓണാക്കി നോക്കാം. ഇപ്പോൾ മലയാളം നമ്മൾ ഓണാക്കി നോക്കിയാണ്. മലയാളത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മലയാളം, ഏഷ്യാനെറ്റ് പ്ലസ്, സൂര്യ TV, അതിനൊക്കെ അമൃത TV, അതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മഴവിൽ മനോരമ, ഫ്ലവേഴ്സ് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇനിയിപ്പോൾ സൂര്യ TV ഒന്ന് ഓണാക്കി നോക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ സൂര്യ TV ഓണാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സൂര്യ TV കാണാൻ പറ്റും. എന്ത് ക്ലിയർ ആയിട്ടാണ് നിങ്ങൾക്ക് കറക്റ്റ് മൊബൈൽ അല്ലെങ്കിൽ വൈഫൈ കണക്ട് ചെയ്തിരുന്നാൽ നിങ്ങൾക്കിത് ഒരു കട്ടിങ്ങും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് കണക്ക് തന്നെ എല്ലാ മാസവും അല്ലെങ്കിൽ ചാർജ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ കൈരൽ TV നമുക്ക് കിട്ടുന്നുണ്ട്. അത് കണക്ക് തന്നെ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഏഷ്യാനെറ്റ് വയ്ക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ഇത് അവിടെ പരസ്പരം സീരിയൽ ഇവിടെ നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കണക്ക് നമുക്ക് കറക്റ്റ് നമുക്ക് ഒരു കട്ടിങ്ങും ഇല്ലാതെ നല്ല രീതിക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അടുത്തുള്ള കുടുംബക്കാർക്കും കൂട്ടുകാർക്കും അതിനൊക്കെ അടുത്ത ഫാമിലി മെമ്പേഴ്സിനൊക്കെ അത് അയച്ചു കൊടുക്കുക. ഈ വീഡിയോ അയച്ചു അവർക്ക് ഒരു ഹെൽപ്പായിരിക്കും. അപ്പോൾ അത് കണക്കിന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കൻ ആളാക്കിയിടാനും മറക്കരുത്. എന്നാലേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നല്ല വർക്കുമായി അടുത്ത വീഡിയോ കാണാം. 'Cause every time I wake up I feel like it's Monday, something's going